ഹേയ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എൻ്റെ നാട്ടിലേക്ക് പോകുന്ന വ്ളോഗാണ്. എൻ്റെ നാട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഈ കൊച്ചു ഗ്രാമമൊക്കെ പണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തൊടുപുഴ അത്യാവശ്യം വലിയ സിറ്റി തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം മോഡേൺ സിറ്റിയൊക്കെ ആയിട്ടോ. അത്ര വലിയ സിറ്റി അല്ലെങ്കിലും ഒത്തിരി പുരോഗമനമൊക്കെ വന്ന ഒരു നാടാണ് തൊടുപുഴ. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ്. എൻ്റെ നാട് തൊടുപുഴയിലാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ആരുമില്ല. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇവിടെ എൻ്റെ ഫാദർ മരിച്ചിട്ടിപ്പോൾ 1 ഇയറായി. പിന്നെ എൻ്റെ അമ്മ, എൻ്റെ സിസ്റ്റർ, ബ്രദർ, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അവരെല്ലാവരും പുറത്താണ്, വിദേശത്താണ്. നാട്ടിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടൊരു എങ്ങനെ പോയാലും ഒരു 2 വീക്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഇവിടെ വന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നു. ഇതെൻ്റെ തറവാട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തറവാട്. ഇത് പപ്പായുടെ അനിയനാണ്. ഞാൻ ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ചെന്നത്. അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഞാൻ വരുന്ന കാര്യമൊന്നും. പെട്ടെന്നാണ് എന്നെ കണ്ടത്. അതിൻ്റെ ഒരു ഷോക്കാണ് കാണുന്നത്. ചില സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടോ, വരുന്ന കാര്യവും പോകുന്ന കാര്യമൊന്നും അങ്ങനെ പെട്ടെന്ന് പറയില്ല. പെട്ടെന്നായിരിക്കും വരികയും പോവുകയും ചെയ്യുന്നത്. തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഡാഡി ഉള്ളപ്പോഴാണെങ്കിലും പപ്പായുടെ അനിയനൊക്കെ ആണെങ്കിലും രാഷ്ട്രീയത്തെപ്പറ്റിയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെപ്പറ്റി ഒരു അഭിപ്രായം ചോദിക്കുന്നതോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവർക്ക്. ഇതൊക്കെ അതെ അതെ അതെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ഒരു സ്ഥലത്ത് പോകും. അതെൻ്റെ ഒരു വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ജസ്റ്റ് 1 ഇയർ ആയിട്ടേ ഉള്ളൂ. ഞാൻ എപ്പോൾ വന്നാലും അന്നത്തെ ദിവസം തന്നെ ആ ദിവസം തന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോകും. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ കൂടെ വന്നു. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തൊന്ന് പോകാം. കമാ. ഇതാണ് എൻ്റെ ഡാഡി മരിച്ചിട്ട് 1 വർഷമായി. ഇപ്പോൾ മെയ് 3-ന് 1 വർഷമായി. സോ ഞാനിവിടെ വരുമ്പോഴൊക്കെ ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഇവിടെ വന്ന് ഡാഡീനെ കണ്ട് തിരി കത്തിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അങ്ങനെ ഡാഡിയുടെ അടുത്ത് പോയി തിരിയൊക്കെ കത്തിച്ചു. തിരിച്ച് വീട്ടിൽ വന്നു. ഇത് വീടിൻ്റെ താഴെ ഉള്ള ഒരു ചെറിയ തോടാണ്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഉറവ വന്ന് ഇതുപോലെ ചെറിയ തോടുകളുണ്ടാവും. ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോകുമ്പം ഇതുപോലെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും അത്യാവശ്യം പറമ്പിലെ സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. കാന്താരിമുളക് ഉണ്ടായിരിക്കും, ചീര, മുരിങ്ങയില, ഇങ്ങനെ ചെറിയ പച്ചക്കറികളൊക്കെ ഞങ്ങളുടെ പറമ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടായിരിക്കും ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് വിടുക. എനിക്കുള്ള ഫുഡ് ഹോസ്റ്റലിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അത്യാവശ്യം വീട്ടിൽ വന്നു കഴിയുമ്പം ചീര, കറിവേപ്പില, പിന്നെ മുരിങ്ങയില, അങ്ങനെയുള്ള ചില പച്ചക്കറികളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകും. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. നമുക്ക് മുരിങ്ങയില പറിക്കാം. അധികമൊന്നും വേണ്ട, ഇത്രയും മതിയാകും. അപ്പോൾ എൻ്റെ നാട്ടിലത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നിൽക്കാറുള്ളൂ. മാക്സിമം പോയാൽ ഒരു 2 ദിവസം. ബിക്കോസ് ഇവിടെ നാട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എറണാകുളത്തേക്ക് പോകും. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് അവിടെ അവസാനിച്ചിരിക്കുന്നു. ബൈ.